അപ്പം ഇന്ന് ഞാൻ നമ്മളെ ഷോപ്പിൽ നമ്മളെ സൂപ്പറാക്കി ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാണ്ട് കേട്ടോ. ആകെ എനിക്ക് മറ്റേ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ സൂപ്പറാണ്. ഡിക്കിയൊക്കെ ഭയങ്കര ലൂസാട്ടോ. അപ്പോൾ ഏതായാലും ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് സെറ്റാക്കാം. നല്ല പണി തന്നെയാണ് ഇത് നേരാക്കാൻ. അത് താരപ്പോൾ വിളിച്ചണ ബെന്നിയാണല്ലോ. എന്താണ് അവിടെ ഒന്നുമില്ല. ഞാൻ സ്വന്തം ഉണ്ടാക്കിയൊരു ഒരു ലെവല് വണ്ടിയുണ്ട് എൻ്റെ ഗാരേജിൽ. ഞാനൊക്കെ തരട്ടോ. അപ്പോൾ കേസ് ബെന്നിയാണ് ഞാട്ടോ വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിളിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പോകാം. ഇനി പോകേണ്ടത് എങ്ങനെ? ഈ സൂപ്പറാണെങ്കിൽ കാടന്ന് നടക്കണം. ഇത് ഓടുന്നില്ല. ഇത് ഓടണമെങ്കിൽ എന്ത് ചെയ്താലും ഓടില്ല. അപ്പം നമ്മൾ ആകെ ഒരു മേലെ നമ്മൾക്കൊരു കുറച്ച് വണ്ടികളുണ്ടാവും ഗ്യാരേജിൻ്റെ മേലെ. ആ വണ്ടി എടുത്ത് പോകേണ്ടി വരും. നമ്മൾ മേലൊക്കെ ഒന്നുണ്ട്. ആകെ ഒരു സൈക്കിളും പിന്നെ 2 സ്കൂട്ടറും പിന്നെ ഒരു KTM ആണല്ലേ. വേഗം എത്തണം എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് ഏതായാലും KTM തന്നെ എടുക്കാം. പിന്നെ KTMൽ തീരെ എണ്ണല്ല കേട്ടോ. സ്കൂട്ടറിൽ എണ്ണ ഉണ്ട്, പക്ഷെ വേഗം പോകില്ല. അതുകൊണ്ട് നമുക്ക് എണ്ണയും കൂടി അടിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നണൻ്റെ ഷോപ്പ് കുറച്ച് ദൂരത്താണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മളെ ഇതിനൊന്നും സ്കൂട്ടറിനൊന്നും വലിയ മൈലേജ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതെടുക്കാൻ കാരണം. നമുക്ക് വേഗം ഒന്ന് പറപ്പിച്ചു വിടാം. ഏതായാലും ബെന്നിയണ്ണൻ്റെ ഷോപ്പ് മറ്റേ ഗ്യാരേജൊക്കെ പോയിട്ട് കാണട്ടെ നമുക്ക്. അയാൾക്കിനെ എത്ര പെയിൻ എടുക്കണ്ടെന്നാവോ. അപ്പോൾ ഗസ് ബെന്നിയണ്ണൻ്റെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ബെന്നിയണ്ണം ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് കാണും. ബെന്നിയണ്ണൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഇതാ JCB അല്ലെങ്കിൽ ഓട്ടോറിക്ഷ എടുക്കാൻ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. JCB ഓട്ടോറിക്ഷ. JCB ആണോ അതോ G-Wagon ആണോ എന്നാണ് കേട്ടോ ചോദിച്ചത്. ഓട്ടോറിക്ഷ ഉണ്ടത് അപ്പം ഗ്യാരേജിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ നമ്മൾ ഗ്യാരേജിൻ്റെ പുറത്താണ് നിൽക്കണം. ഓട്ടോറിക്ഷ ആണെങ്കിൽ പറഞ്ഞാൽ തരാറിനിക്കണം. അപ്പോൾ ഓട്ടോറിക്ഷ ആണോ G-Wagon ആണോ അതോ JCB ആണോ കമൻറ്റ് ചെയ്യും. ബൈ.